നല്ല ഈ ഒരു തമ്പ് കൊണ്ട് നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ അധികമായിട്ടുള്ള ക്ലേ ഒക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് വരുന്നതുണ്ടോ. അതിനുശേഷം നമ്മൾ ബ്ലേഡോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. നല്ല ഷാർപ്പുള്ളതാണെങ്കിൽ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, സ്മൂത്തായിട്ടുള്ള ഈ ഭാഗങ്ങളുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിനെ പ്രസ് ചെയ്തില്ലേ, കണ്ടോ ഇതിപ്പോൾ എന്ത് രൂപത്തിലാണ് ഉള്ളത്, ഒരു റൗണ്ട് ഷേപ്പിലല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഒരുപക്ഷെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഇതിനെ ഹാങ്ങിങ് ഒക്കെ കൊടുത്ത് നമുക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഈ അടിവശം കണ്ടോ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ നമുക്ക് ഇങ്ങനത്തെ ടൂൾസൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് വരണ്ടിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യാം, അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിനെ എന്ത് ചെയ്യാം, ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാം. പെയിൻറ്റിന് നമ്മൾ എന്നാ ഉപയോഗിക്കുന്നത്, ഫാബ്രിക്കല്ല, ഫാബ്രിക്കിന് ഷൈനിങ് വരുന്നില്ല, നമ്മൾ പേൾ കളറാണ് യൂസ് ചെയ്യുക. പേളിൽ എന്തുണ്ടാവും, ഷൈനിങ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇത് പെയിൻറ്റ് നമ്മൾ ഇതിലേക്ക് ചെയ്യും. വേണ്ട ഉണങ്ങുന്നത് മുന്നേ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ ഇവിടെയൊക്കെ ഹാങ്ങിങ് മുത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോൺ അല്ല, ഇതിൻ്റെ പേരാണ് ബെൻഡ് ഐപ്പിൻ. നേരത്തെ ഐപ്പിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ബെൻഡ് ഐപ്പിൻ. ഇത് 2 കളറിൽ കിട്ടുന്നുണ്ട്, 3 കളറിലുണ്ട്. കാര്യമായിട്ടുള്ളത് സിൽവറും ഗോൾഡും ആണ്. പിന്നെ കോപ്പർ കളറിൽ ബൈ ചാൻസ് കിട്ടും. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇത്ര ലെങ്ത്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അത്രയൊന്നും ഹാങ്ങിങ് വേണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഏതാണ്ട് ഹാഫിൽ വെച്ചിട്ട് കട്ടിങ് ടൂൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തില്ലേ, ഇനി ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക്. പക്ഷേ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സാധാരണ നമ്മൾ കുത്തുമ്പോൾ എങ്ങനെ കുത്തുക, സ്ട്രെയിറ്റിലാണ് കുത്തുക അല്ലേ. ഇതിപ്പോൾ സ്ട്രെയിറ്റിൽ കുത്തുകയാണെങ്കിൽ നേരെ പുറമേ കാണും, ഭംഗി ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ എങ്ങനെ കുത്തണം, ഉള്ളിലേക്കാക്കിയിട്ട് വേണം ഇതിനെ കുത്താൻ. കണ്ടോ, ഇങ്ങനെ എന്ത് ചെയ്യുക, ചുറ്റിലും കൊടുക്കുക. റൗണ്ട് കൊടുക്കുന്നത് ഇതിന് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബീഡ്സ്, ഓവൽ ഷേപ്പിലുള്ള ബീഡ്സ് ഉണ്ട്, സ്വീക്കൻസ് ഉണ്ട്. വേറെ എന്തൊക്കെ ചെയ്യാം, അത് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെന്ത് പറയും, ഗുങ്കുരു എന്ന് പറയും, ഗുങ്കുരു. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ ഒരുപാട് കിട്ടും. ചെറിയ ചെറിയ ബീഡ്സ് അല്ല, ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ഹാങ്ങിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ പേരാണ്, വളരെ ചെറുതാണ്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിന് വട്ടക്കണ്ണി അല്ലെങ്കിൽ കട്ടിങ് സ്പ്രിങ് എന്നാണ് പറയാം. ഇതൊരു സ്പ്രിങ് ആണ്, ആ സ്പ്രിങ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ രൂപത്തിൽ വരുന്നത്. അപ്പോൾ കട്ടിങ് സ്പ്രിങ് അല്ലെങ്കിൽ വട്ടക്കണ്ണി നമ്മൾ പച്ച മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ കട്ടിങ് സ്പ്രിങ് എന്ന് പറയും. കണ്ടില്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ബീഡ്സിനോ എന്തിനും നമുക്ക് ഹാങ്ങിങ്ങിനായിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇങ്ങനെ കോർത്ത് ഉണ്ടോ, ഇങ്ങനെ ഒരു 2-3 കോർക്കുക. കണ്ടില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ഇതിനകത്തേക്ക് കൊളുത്തി പ്രസ് ചെയ്യാം. അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം തന്നെ ഇതിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരുപാടെണ്ണം ആദ്യം ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിലേക്ക് പ്രസ് ചെയ്താൽ മതി. കണ്ടോ. അപ്പോൾ എങ്ങനെയുണ്ടാവും, ഇതേപോലത്തെ ഒരു ഹാങ്ങിങ് ഉള്ള കൂടായിട്ട് മാറും. ഇത് നമുക്ക് ഭംഗിയെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിന് മുകളിൽ ചെറിയ ബീഡ്സ് വെച്ച്, അല്ലെങ്കിൽ 3D കൊണ്ടാലും കുഴപ്പമില്ല. അതും അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല വരക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെ ചെയ്യാം, നമുക്ക് ചെറിയ ബ്ലേഡിനെ കൊണ്ടോ അല്ലെങ്കിൽ നീഡിലിനെ കൊണ്ടോ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ലൈൻസ് കൊടുക്കാം, കേർവ് ഷേപ്പ് കൊടുക്കാം. അങ്ങനെ പല മോഡലിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു മോഡലാണിത്.
ലൈൻസ് വരച്ചു. അത് എന്തിനെ കൊണ്ടാണ് വരണതെന്ന് അറിയാമോ? ഫാബ്രിക് പെയിൻറ്റിനെ കൊണ്ടാണ് ലൈൻസ് വരണിട്ടുള്ളത്. അതിന് ഏറ്റവും നേരിയ ബ്രഷ് 000 എന്നുള്ള ആ ബ്രഷ് ഉപയോഗിക്കുക. എന്നിട്ട് കുറച്ച് മാത്രം പെയിൻറ്റിനെ കൊണ്ട് എന്ത് ചെയ്യാം, ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ബ്ലേഡിനെ ഡോട്ട്സ് ബ്ലേഡിനെ കൊണ്ട് എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഇതിനെ കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു ലൈന് വരാൻ വേണ്ടിയിട്ട് മാത്രം. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ടെറാക്കോട്ടയുടെ സാധാരണ രീതിയിൽ കമ്മൽ ചെയ്യാൻ പറ്റും.